കൂവപ്പടി ഗ്രാമപഞ്ചായത്തിലെ 12ാം വാർഡിലെ ആലുക്കാപ്പാടം സംരക്ഷിക്കണമെന്ന ആവശ്യം ശക്തമാകുന്നു. ഭൂമാഫിയകൾ കൈയടക്കിയിരിക്കുകയാണ് ഈ പാടം നികത്താനുള്ള ശ്രമത്തിലാണ് ഇവർ. ഇതിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തിനാണ് നാട്ടുകാർ തയ്യാറെടുക്കുന്നത്. കൂവപ്പടി ഗ്രാമപഞ്ചായത്തിലെ പ്രധാന പാടശേഖരമാണ് ആലുങ്ങാപ്പാടം. ഒരു കാലത്ത് കുടുംബശ്രീകളുടെ നേതൃത്വത്തിൽ 3 പൂവ് കൃഷി ചെയ്തിരുന്ന പാടശേഖരമായിരുന്നു ഇത്. കൃഷിഭവനിൽ നിന്നും കാർഷിക സർവകലാശാലയിൽ നിന്നും വിദഗ്ധർ വന്ന് ഒറ്റവരി കൃഷിക്കായി തെരഞ്ഞെടുത്ത പാടശേഖരങ്ങളിൽ ഒന്നുകൂടിയാണ് ഇത്. എന്നാൽ ഈ പാടശേഖരം ഇന്ന് ഭൂമാഫിയകൾ കൈയടക്കി വെച്ചിരിക്കുകയാണെന്ന് നാട്ടുകാർ പറയുന്നു. ഇതിന്റെ ഭാഗമായി ഇവിടുത്തെ തോടുകളും കൃഷിയിടങ്ങളും മണ്ണിട്ട് നികത്താനും ഭൂമാഫിയകൾ ശ്രമിക്കുന്നുണ്ട്. അതിനായി ചില കർഷകരുടെ കയ്യിൽ നിന്നും തുച്ഛമായ വിലയ്ക്ക് ഭൂമി സ്വന്തമാക്കിയിരിക്കുകയാണ് ഇവർ. 1 വർഷം മുമ്പ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധത്തെ തുടർന്ന് വില്ലേജിൽ നിന്നും പാടം നികത്തുന്നതിനായി സ്റ്റോപ്പ് മെമ്മോ നൽകിയതാണ്. എന്നാൽ അതിനുശേഷവും പാടം നികത്തൽ നടന്നുകൊണ്ടിരിക്കുകയാണെന്നും നാട്ടുകാർ പറയുന്നു. ഇപ്പോൾ ഈ ആലുങ്ങപ്പാടം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങൾക്കും അത്യാവശ്യം കുടിവെള്ളത്തിനും അതുമാതിരി ഇവിടെ കൃഷി ഇന്നും ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. നെൽകൃഷി ഇവിടുത്തെ കുടുംബശ്രീ അയൽക്കൂട്ടങ്ങൾ വഴിയും മറ്റേ സ്വയം സഹായ സംഘങ്ങൾ വഴിയൊക്കെ കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലമായിരുന്നു. പലയിടത്തും മണ്ണിടാൻ ശ്രമിച്ചിട്ട് ഇവിടുത്തെ നാട്ടുകാർ ഒന്നടങ്കം അതിൽ രാഷ്ട്രീയ ഭേദമില്ലാതെ എല്ലാ ആളുകളും കൂട്ടം കൂടി നിന്ന് എതിർത്തതിൻ്റെ പേരിലാണ് ഈ പാടം ഇന്നും ഇങ്ങനെ നിലനിൽക്കുന്നത്. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഈ ഭൂമാഫിയ ഈ റോഡിൻ്റെ സൈഡിലുള്ള മുഴുവൻ സ്ഥലവും കയ്യേറിയേക്കാണ്. പിന്നെ ആളുകളുടെ ബലപ്രയോഗത്തിൻ്റെ ഇതിലാണ് ഇത്ര നാളും പിടിച്ചു നിന്നുകൊണ്ടിരുന്നത്. ഇവിടുത്തെ ജലക്ഷാമത്തിന് പരിഹാരമാകാവുന്ന കുടിവെള്ള സ്രോതസ്സു കൂടിയാണ് ആലുങ്ങപ്പാടം. പാടമില്ലാതായാൽ രൂക്ഷമായ കുടിവെള്ളക്ഷാമമാകും ഇവിടെ അനുഭവപ്പെടുക. ഇവിടെ കനാൽ വെള്ളം ഇല്ലാന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ ഈ പരിസരത്ത് ഒരു സ്ഥലത്തും തന്നെ വെള്ളം ഉണ്ടാവില്ല. അതനുസരിച്ച് ഇപ്പോൾ ഈ പാടം നകന്നു പോയാൽ ഞങ്ങളുടെ ഈ കിണറുകളിലൊന്നും തന്നെ വെള്ളം ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഈ നാട്ടുകാരുടെ ഒരു കുടിവെള്ളത്തിൻ്റെ പ്രശ്നം തന്നെയാണ് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതലായിട്ടുള്ളത്. അതുപോലെ തന്നെ നെൽകൃഷി മറ്റുള്ള കൃഷികളൊക്കെ ഈ പാടത്ത് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവരിങ്ങനെ ഒരു കുറച്ച് ഈ റോഡ് സൈഡിലേക്ക് ഈ ഭൂമാഫിയ എന്ന് പറയുന്ന ആ പാർട്ടികൾ കുറേ സ്ഥലങ്ങൾ മേടിച്ച് റോഡ് സൈഡ് അവർ സ്ഥലം മേടിച്ച് കഴിഞ്ഞിട്ട് അവിടെ മണ്ണടിച്ച് ഫില്ല് ചെയ്ത് അതിൻ്റെ ബാക്കിലേക്കുള്ളതും ആളുകളെ കൊണ്ട് കൃഷി ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് ബാക്കി വരുന്ന സ്ഥലങ്ങളും കൂടി മേടിക്കാനുള്ള ഒരു രീതിയിലാണ് അവരുടെ പോക്ക്. പാടത്തിന് സമീപത്തെ പൊതു റോഡ് പോലും ഭൂമാഫിയകൾ കൈയടക്കിയിരിക്കുകയാണ്. വൻ പ്രതിഷേധമാണ് ഇതിനെതിരെ ഉയർന്നു വന്നിരിക്കുന്നതും. വില്ലേജ് ഓഫീസ്, RDO, താലൂക്ക് ഓഫീസ് ഇവിടെല്ലാം പരാതികൾ കൊടുത്ത് അതിൻ്റെ എല്ലാ രേഖകളും ഞങ്ങളുടെ കയ്യിലുള്ളതാണ്. അതിനാവശ്യമായ സ്റ്റോപ്പ് മെമ്മോ ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ളതാണ്. എങ്കിലും കഴിഞ്ഞ ഈ അവധി ദിവസങ്ങൾ നോക്കി ഇതുപോലെ ഇപ്പോഴും ഈ പാടത്തിൻ്റെ ഇരുവശങ്ങളുള്ള സ്ഥലങ്ങൾ ഭൂമാഫിയ ചില വീടുകളിൽ ചെന്ന് വീടുകളിലെ ആവശ്യങ്ങൾ അറിഞ്ഞ് അവിടുത്തെ ചില കുട്ടികളുടെ കല്യാണ ആവശ്യങ്ങളും എന്നൊക്കെ പറഞ്ഞ് അവരെ പ്രലോഭിപ്പിച്ചുകൊണ്ട് നിസ്സാര വിലയ്ക്ക് ഈ ഭൂമി തട്ടിയെടുത്തിട്ട് അവിടെ മണ്ണിട്ട് നികത്തി ഇത് വലുതാക്കി ഇവിടെ കെട്ടിടങ്ങൾ പണിത് വിൽക്കുന്നതിന് വേണ്ടി ശ്രമം നടക്കുന്നതായിട്ട് ഞങ്ങൾക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇത് കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഞങ്ങളിവിടെ എല്ലാ ദിവസവും ഞങ്ങളിവിടെ ഇപ്പം ഈ 3 പൂവും കൃഷി ഇറക്കിക്കൊണ്ട് ആ നിലയ്ക്ക് നിൽക്കുന്നു പറഞ്ഞ് ഞങ്ങൾക്കിത് തടയാൻ വേണ്ടി കഴിയുന്നത്. നാട്ടുകാരുടെ മുഖ്യ ഒരു ആവശ്യമാണ് ഈ ആലുങ്ങപ്പാടം സംരക്ഷിക്കുക എന്നുള്ളത്. പല സമരമർഗങ്ങളും നമ്മളിവിടെ നടത്തേണ്ട ഈ പാടം മണ്ണിട്ട് നികത്തുന്നതിന് ഇതിനു മുമ്പ് നടത്തേണ്ട ഇതിൻ്റെ അധികാരത്തിൽ നിന്ന് ഞങ്ങൾക്ക് അനുഭവമായ ഒരു സഹായം ലഭിച്ചിട്ടില്ല. ഞങ്ങൾ ഈ പാടം നികത്തിനെ സംബന്ധിച്ച് ഇവിടുത്തെ ജനപ്രതിനിധികളോട് പലരും ബന്ധപ്പെടുകയും ചെയ്തിട്ടും ഒരു ജനപ്രതിനിധികളും ഞങ്ങളെ സഹായിക്കാനില്ല. എന്നിരുന്നാലും ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടി പ്രദേശത്തുള്ള എല്ലാ ജനങ്ങളും ഒരുമിച്ച് ഇതൊരു സമരമേറ്റെടുക്കുകയാണ്. എന്ത് വന്നാലും ഞങ്ങൾ ഈ പാടം ഇവിടെ നികത്തില്ല, സംരക്ഷിക്കും എന്നുള്ള ഉറച്ച ദൃഢപ്രതിജ്ഞ എടുത്തുകൊണ്ട് ഞങ്ങൾ മുമ്പോട്ട് പോയിട്ട് നിങ്ങളെല്ലാവരും ഇതിന് സഹായിക്കണം. പാടം നികത്തുന്നതിനെതിരെ ശക്തമായ പ്രക്ഷോഭത്തിനാണ് നാട്ടുകാർ തയ്യാറെടുക്കുന്നത്. അധികൃതർ വേണ്ട നടപടികൾ സ്വീകരിക്കുമെന്ന പ്രതീക്ഷയിലാണ് ഇവർ.